ഞാനും ടോം ചേട്ടനും അതിരപ്പള്ളിക്ക് വന്നേക്കാണ്. അത് ഞങ്ങൾ അന്ന് കൂടപ്പുഴ ഒരു വീഡിയോ ടോം ചേട്ടൻ പറയണ്ടായിരുന്നു നമുക്കൊരു അതിരപ്പള്ളിക്കൊന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നതുകൊണ്ട് വന്നിവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചാലക്കുടിയിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളു ഇവിടേക്ക്. ഇടയ്ക്കൊക്കെ വന്ന് പോകണതാണ്. അപ്പോൾ ടോം ചേട്ടൻ കുറേ കാലമായിട്ട് ഇങ്ങനെ കൃഷിയിൽ ഏർപ്പെട്ട് കാരണം ഇവിടെ വരവുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കൃഷിയൊക്കെ പോയി കുറച്ചൊക്കെ നശിച്ചൊക്കെ പോയി ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഞാൻ പറയുക നമ്മൾ അങ്ങനെ ടെൻഷൻ ഇപ്പോൾ വേണ്ട ചേട്ടാ ഉള്ളത് ചെയ്യുന്ന ഇപ്പോൾ ഓണത്തിനാൾ ഗംഭീര കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിനുള്ള ആ പണിയുടെ ഇടയിലാണ് ഇപ്പോൾ ടോം ചേട്ടൻ ഞാനിപ്പം ഇവിടേക്ക് വന്നേക്കുന്നത്. ടോം ചേട്ടാ നമ്മളൊരു ചെറിയൊരു റെസ്റ്റ് ഒരു എൻജോയ്മെൻറ്റിന് വന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയേണ്ടതെന്ന് പറയും. ഒരു നേരം പോക്കിന് വന്നതാണ്. ഇവിടെ ഈ പുഴയിൽ കാണുന്നത് പരന്ന് വെള്ളം പോണത് കൊണ്ടാണ് ഒഴുക്ക് തോന്നാത്തത്. പരന്ന് പോണത് കൊണ്ടാണ് ഈ ഒഴുക്കിപ്പോൾ കാണാത്തത്. ഒഴുക്ക് കാണുന്നില്ല. ഇവിടെ താഴേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ നിൽക്കുന്നത് അതിരപ്പള്ളിയിലാണ്. ഇത് കണ്ടമാന സ്ഥലം മണ്ണിൽ വെള്ളം ഇങ്ങനെ നിരന്ന് പോയി. മണ്ണ് ഇത്ര ഉണ്ടായിരുന്നില്ല. ഇത് പരന്ന് കിടക്കുന്നത് കൊണ്ട് നമുക്ക് തൊഴുക്ക് അറിയുന്നില്ല. നിങ്ങൾ അതിരപ്പള്ളിയിൽ വരണം. ഇതിലിപ്പോൾ വെയിൽ ആണ്, മഴ കുറവാണ്. ഞങ്ങൾ വെള്ളം കൂടുതലുണ്ടെന്ന് കണക്കാക്കിയാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കുന്നത് വെള്ളം കുറവാണ്. അപ്പോൾ ഇവിടെ വന്ന് കാണാതെ പോകരുത്. അത് കണക്കാക്കി ഞങ്ങൾ പറഞ്ഞു കണക്കാക്കി നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകരുത്. വെള്ളത്തിലേക്ക് ഇറങ്ങി പോയാൽ പണി കിട്ടും. കളിക്കരുത്. അപ്പോൾ കറണ്ട് കളിച്ചാൽ ഒഴുക്കിപ്പെട്ടാൽ പണി. കണ്ടമാനം ജീവനങ്ങൾ പുല്ലുന്ന സ്ഥലമാണ്. അപ്പോൾ പുറത്തുനിന്ന് കാണുക, എൻജോയ് ചെയ്യുക, ഇത് മനസ്സിലാക്കുക. നിങ്ങളിവിടെ വന്ന് ഇതിൽ പങ്കാളിയാവുക. അതിരപ്പള്ളി വാഴച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണുന്നത് വളരെ എൻജോയ് ചെയ്യാവുന്നൊരു സന്ദർഭമാണെന്ന് സൺഡേ കൂടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ പറ്റുന്നത്. സൺഡേ ദിവസമായതുകൊണ്ടാണ് ഞങ്ങളിവിടെ വണ്ടികളാണ് വന്നത്. ഇവിടെ വരണം, നിങ്ങളിത് കാണണം, ആസ്വദിക്കണം. ഇവിടെ വന്ന് പോകുന്ന തിരക്ക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ വരാതെ പോകരുത്. ഇത് കണ്ട് മനസ്സിലാക്കുക, എൻജോയ് ചെയ്യുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഒഴിവ് ദിവസങ്ങളിൽ ഇവിടെ വന്ന് കണ്ടു പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന നാട്ടിൽ പരന്ന് കിടക്കുന്നത് കൊണ്ടാണ് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിങ്ങൾക്കറിയാൻ പറ്റാം. ഇത് കണ്ടമാനം വെള്ളം ചാടിയിട്ട് കണ്ടമാന സ്ഥലം പരന്നുപോയി. മല കണ്ടമാന സ്ഥലം ഇറങ്ങി ഈ വെള്ളം കുടിക്കൽ വെള്ളത്തിൻ്റെ കുടിക്കൽ കാലിൻ്റെ നിരന്ന് മരങ്ങളൊക്കെ കടപൊഴുകി വീണ് കണ്ടമാന സ്ഥലം കൂടി. മഴ കുറവ് ആയിക്കൊണ്ടാണ് ഇപ്പോഴത്തെ വെള്ളം കുറവ് തോന്നുന്നത്. മഴ കൂടുമ്പോഴാണ് ഇവിടെ വന്ന് കാണേണ്ടത് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തൊരു ചാർപ്പയുണ്ട്. അവിടെ വെള്ളം ചോർന്ന് കാണാൻ നല്ല രസമാണ്. ഒന്ന് പോയി കാണും. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അവിടെ പോയാൽ നമുക്കത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ടോം ചേട്ടാ